iPhone 16 Pro Maxും പിന്നെ S24 Ultra'യും ജസ്റ്റ് ഓപ്പൺ ബോക്സൊക്കെ കൊടുക്കേണ്ട റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ MRPയിലല്ല. ഇവർ അത്യാവശ്യം ഈ പല വെബ്സൈറ്റിലും കൊടുക്കുന്ന ഓഫറിനേക്കാളും 10,000-15,000 രൂപ കുറച്ചിട്ടാണ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലിട്ട് വിൽക്കുന്നത്. കുറച്ച് സൂക്ഷിച്ച് കണ്ട് നിൽക്കണം. അത് കാരണം ഈ ബായിമാരെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, ഈ ഡൽഹി ആ ഭാഗത്ത് നിൽക്കണ ഈ ആൾക്കാർ, ഇവന്മാർ നമ്മുടെ ലൊക്കേഷൻ ഇട്ടിട്ട് കളിക്കും. അവിടെയാണ് വിഷയം തന്നെ. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ iPhone 16 Pro Maxും പിന്നെ അതുപോലെ തന്നെ S24 Ultra'യും സാംസങ്ങിൻ്റെ അതുപോലെ തന്നെ ലാപ്ടോപ്സും കാര്യങ്ങളൊക്കെ നല്ലൊരു ബഡ്ജറ്റിന് എങ്ങനെ നമുക്ക് 2024 മേടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് 2 പ്ലാറ്റ്ഫോംസ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്നൊരു വീഡിയോ തന്നെ ആയിരിക്കും. അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ ഫോൺസും ലാപ്ടോപ്സും മേടിക്കണവർക്ക്, ഫോണും ലാപ്ടോപ്പ് മാത്രമല്ല പല ഐറ്റംസും അതിനകത്തുണ്ട്, അങ്ങനെ വഴിയേ പറയാം. അതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ പോണത്. കാരണം ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല. ഒരു നിസ്സാര ഒരു ബഡ്ജറ്റിന് നമുക്ക് ഐഫോണും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നൊക്കെ എന്നുള്ള ആഗ്രഹം, പുതിയ കാര്യങ്ങളൊക്കെ അതിപ്പോൾ എനിക്കായാലും ഇപ്പോൾ നിങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ് അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഞാൻ ചെയ്തൊരു മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു 5 വർഷം മുമ്പ് ഞാൻ ഈ ഒരു OnePlus ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു OnePlus ഞാൻ എങ്ങനെ അത് 5 വർഷം മുമ്പ് നല്ലൊരു ബഡ്ജറ്റിന് ഇങ്ങനെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഏകദേശം ഇതിനെങ്ങാണ്ട് 33,000 രൂപ മേലെ റേറ്റ്, 33,000 രൂപ അങ്ങാണ്ട് റേറ്റ് ഉണ്ടായിരുന്നു OnePlus 7 5 വർഷം മുമ്പ്. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ നോക്കണേന് ബഡ്ജറ്റിന്, അതായത് എൻ്റെ കയ്യിൽ അന്ന് 25 രൂപ അങ്ങാണ്ട് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽമി, റെഡ്മി, മോട്ടറോള, ലെനോവോ, നോക്കിയ എന്നൊക്കെ പറഞ്ഞ് പല ബ്രാൻഡ്സുകൾ ആ ഒരു റേറ്റിനുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ്, അതായത് ഫോൺസ് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 25 രൂപ 20 രൂപയൊക്കെ കൊടുക്കുന്ന ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും അതിൻ്റേതായ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവർ ആ ഒരു ബഡ്ജറ്റിൽ അവർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 25 രൂപ അത്രയും കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി ഫീച്ചേഴ്സുള്ളൊരു ഫോൺ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഒന്ന് ഒരു ടെക്നിക്കുകൾ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു യൂസ്ഡ് ആയിട്ടുള്ളൊരു OnePlus അന്ന് ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ കണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 33,000 രൂപയുടെ ഫോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ റേറ്റ് ഇങ്ങനെ താഴെ ഇങ്ങനെ കുറയും. അങ്ങനെ കുറഞ്ഞ് നോക്കുമ്പോൾ ഈ സാധനം എൻ്റെ കയ്യിൽ ഒരു 25 രൂപ ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 20 രൂപ ബഡ്ജറ്റിൽ അന്ന് മേടിച്ചതിനേക്കാളും എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നി. കാരണം ഇപ്പം ഈ 5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പം നിലവിൽ ഇറക്കണ 20,000 രൂപ 22,000 25 രൂപ ഇറക്കണ ബഡ്ജറ്റുള്ള ഫോണില്ലേ, അതിനേക്കാളും സെറ്റപ്പ് ക്വാളിറ്റിയും ആ ഒരു മൊബൈൽ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നല്ല പക്കയാണ് ഇപ്പോഴത്തെ ഈ ഒരു OnePlus ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. കാരണം അന്ന് ആ ബഡ്ജറ്റിന് ഞാൻ അതെടുത്തായിരുന്നെങ്കിൽ ഞാനിപ്പോൾ 5 വർഷം ഇപ്പം മാറ്റേണ്ട ഒരു ഗതികേട് വന്നേനായിരുന്നു. പക്ഷെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു OnePlus ഉള്ളതുകൊണ്ടും എനിക്ക് ഒരു വിഷയം വന്നിട്ടില്ല. കാരണം അന്നത്തെ ആ ഒരു സമയത്ത് ഞാൻ സെക്കൻഡ് എടുത്തുകൊണ്ട് എനിക്കിപ്പോൾ 20,000 രൂപ കിട്ടുന്ന ആ ഫോണിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു OnePlusൻ്റെ ഫോണിൽ എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് അതിപ്പോഴും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞിട്ടും ഒരു വിഷയമില്ല. ഈ ഐഫോണും അതുപോലെ തന്നെ ഈ സാംസങ്ങിൻ്റെ S24 Ultra വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ S25 Ultra അടുത്ത ജനുവരി ഫെബ്രുവരി ആ സമയത്താണ് ഇവർ ഇറക്കുന്നത്. അതാണ് അവരുടെ സമയം. സെപ്റ്റംബറിൽ ഐഫോൺ ഇറക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഫോൺസൊക്കെ പ്രീമിയം ഫോൺസൊക്കെ ഇറക്കുന്നത് അവർ എപ്പോഴാണ് ജനുവരി ഫെബ്രുവരി ആ സമയത്താണ് അവർ ഇറക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ iPhone 16 Pro Maxും പിന്നെ S24 Ultra'യും ജസ്റ്റ് ഓപ്പൺ ബോക്സൊക്കെ കൊടുക്കേണ്ട റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ MRPയിലല്ല. ഇവർ അത്യാവശ്യം ഈ പല വെബ്സൈറ്റിലും കൊടുക്കുന്ന ഓഫറിനേക്കാളും 10,000-15,000 രൂപ കുറച്ചിട്ടാണ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലിട്ട് വിൽക്കുന്നത്. ഡയറക്റ്റ് കസ്റ്റമർ നമുക്ക് മുട്ടാൻ പറ്റും. വേറെ ഇതിനകത്ത് ഇടനിലക്കാരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഷോപ്സിലൊക്കെ നമുക്ക് പോയി മേടിക്കുമ്പോൾ അവർ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഇട്ട് നൽകിയും സാധനം തന്നത്.
ചിലപ്പോൾ കസ്റ്റമേഴ്സിന് അതിനേക്കാളും ഷോപ്പിനേക്കാളും കിട്ടുന്നേക്കാളും കുറവിന് നമുക്ക് സെക്കൻഡ് ഹാൻഡ് സാധനം ഇവിടുന്ന് കിട്ടും. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് എന്തായാലും ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ആ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. അതായത് 20,000 രൂപയ്ക്ക് നമ്മളൊരു ബഡ്ജറ്റിൽ ഫോൺ മേടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷേ 20,000 രൂപയ്ക്ക് നമുക്കൊരു 30,000 രൂപ ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല സെറ്റപ്പായിട്ട് അത് യൂസ് ആക്കാൻ പറ്റും, നല്ല ഒരു ബഡ്ജറ്റിന്. അപ്പോൾ ഐഫോണൊക്കെ ഞാൻ നോക്കുമ്പോൾ 16, 15 Pro Max ഒക്കെ നല്ലൊരു ബഡ്ജറ്റിനൊക്കെ കിടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ അപ്പോൾ ആദ്യത്തെ പ്ലാറ്റ്ഫോം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ OLX ആണ്. OLXൽ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഫോൺസും പിന്നെ ഈ ലാപ്ടോപ്സും എല്ലാം നമുക്ക് കിട്ടൂല എന്നല്ല, കിട്ടും. പക്ഷേ കുറച്ച് സൂക്ഷിച്ച് കണ്ട് നിൽക്കണം. അത് കാരണം ഈ ബായിമാരെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, ഈ ഡൽഹി ആ ഭാഗത്ത് നിൽക്കണ ഈ ആൾക്കാർ, ഇവന്മാർ നമ്മുടെ ലൊക്കേഷൻ ഇട്ടിട്ട് കളിക്കും. അവിടെയാണ് വിഷയം തന്നെ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെടാൻ പോണത്. കാരണം ആ ഒരു ബായിമാരെ ആ ഒരു യൂസർ നെയിം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇമാർ ഉഡായിപ്പാന്ന്. സാംസങ് ഒക്കെ വെറും 25,000 രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടും. പക്ഷെ അതൊന്നും പോയി മേടിക്കരുത്. മലയാളീസ് ആണോ നോക്കി മാത്രം ഞാൻ ഈ പറഞ്ഞ പരിപാടിക്ക് നിന്നാൽ മതി. നല്ല റേറ്റിന് സാധനം കിട്ടും. കാരണം ജസ്റ്റ് ഓപ്പൺ ബോക്സ് ഞാനിപ്പോൾ ഒരു S23 ഒക്കെ നോക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു പാവപ്പെട്ട കോടീശ്വരനാണെന്ന് എനിക്ക് തോന്നാം. പുള്ളിയുടെ മോനെങ്ങാണ്ട് ഒരു S23 മേടിച്ചായിരുന്നു. S23 മേടിച്ച് ഒറ്റ ദിവസം ഒരു സമയം ഗ്യാപ്പ് അതങ്ങാണ്ട് 256 ആണ്. അതായത് 56,000 രൂപ അങ്ങാണ്ട് വിലയുള്ള സാധനം പുള്ളി ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 40,000 രൂപക്കാണ് OLXൽ ഇട്ടത്. ഞാൻ അപ്പം തന്നെ പുള്ളിയത് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്താണ് ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു. കാരണം കൊടുക്കാനുള്ള കാരണം നമ്മൾ ആദ്യം ചോദിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ ആ ഒരു ഫോണിനെ പറ്റി. അത് ഇനി താഴത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ എല്ലാം കംപ്ലീറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഞാനും ചോദിച്ചിങ്ങനെ എന്താണ് കംപ്ലയിൻ്റ് ഒന്നുമില്ല മോന്. അപ്പോൾ എൻ്റെ മോൻ്റെ കൂട്ടുകാർക്ക് ഐഫോണാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോന് S23 ഈ സാംസങ്ങിൻ്റെ ഫോൺ വേണ്ട, അതുകൊണ്ട് കൊടുക്കണേന്ന് പറഞ്ഞു. എന്താ അവസ്ഥയെന്ന് നോക്കി. ഇത് നമുക്കടിക്ക് ആ ഒരു ബഡ്ജറ്റിൽ കിട്ടാനുമില്ല. അപ്പോൾ നോക്കുമ്പോൾ ആ പുള്ളി അങ്ങനെ കൊടുക്കാൻ നിൽക്കുന്നത്. ഇതാണ് അത്യാവശ്യം കോടീശ്വരന്മാരൊക്കെ നല്ലൊരു എമൗണ്ടിൽ സാധനം മേടിച്ച് പിറ്റേ ദിവസം വിൽക്കും. അപ്പോൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിഷയമില്ലല്ലേ. നമ്മളിപ്പോഴുള്ളവർക്കൊക്കെ ഇത് ആ ഒരു ബഡ്ജറ്റിനാണ് മേടിച്ച് വെക്കുക, യൂസ് ആക്കുക. അതന്നെ സംഭവം. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എവിടെയാണ് ഉള്ളത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ. ഫസ്റ്റത്തെ പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ OLXലാണ്. OLXൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് വള്ളികളുണ്ട്. ഈ ബായിമാർ ഇതിൽ ശോകമാണ്. അപ്പോൾ അവന്മാരുടെ മുമ്പിൽ പെടാണ്ടിരിക്കുക. മലയാളീസിനെ തന്നെ നോക്കിയെടുക്കുക. നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ എറണാകുളമാണെങ്കിൽ ഞാൻ എറണാകുളം. അപ്പോൾ നിങ്ങളുടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. പിന്നെ വേറൊരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FBയിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ശരിക്കുമുള്ള കച്ചവടം നടക്കണം. FB അങ്ങനെ ഇടുക. എന്നിട്ട് ഇത് അങ്ങനെ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റണ്ട. ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ഐഫോൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാനാണ്. ഐഫോൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് iPhone 11 തൊട്ട് 11 അല്ല അതിൻ്റെ മേലെ കിട്ടും, പഴയത് വരെയും കിട്ടും. iPhone ഇപ്പോൾ 15 ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യാനാണ്. 15 നമുക്ക് ആദ്യം നോക്കാം. 15 ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. 15 Pro 82,000 രൂപ. ഈ 1,00,000 രൂപ അടുത്ത് വില വന്ന സാധനമാണ് ഈ പ്രോ മോഡൽസൊക്കെ. കണ്ട 15 iPhone 15-ന് 68 രൂപ. ഇതൊക്കെ നമുക്ക് ചവിട്ടി മേടിക്കാൻ പറ്റും. ഇതൊക്കെ കണ്ട എന്തോരം ഐഫോണ് വെറുതെ ഇങ്ങനെ കൊടുക്കാണ്ടിരിക്കണത്. പുതിയത് മേടിച്ച് കാശ് കളയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കളയാം. കാരണം കോടീശ്വരന്മാർക്ക് എപ്പോഴും കാശ് ഉണ്ടാവും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കുള്ള കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളൊരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവുന്ന കാര്യം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എനിക്കെന്തായാലും യൂസ്ഫുള്ളാണെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം ഈ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സൊക്കെ എടുത്ത് പിറ്റേ ദിവസം വിറ്റാൽ ഇത്രയൊക്കെ വില കിട്ടുള്ളൂ. അതൊക്കെ എത്തുള്ളൂ. കാരണം എൻ്റെ GoPro ഞാൻ മൂഞ്ചിയതാണ്. ഞാനിതുപോലെ തന്നെ ഒരു പുതിയതൊരെണ്ണം മേടിച്ച് 35,000 രൂപയ്ക്ക് ഒരെണ്ണം മേടിച്ച് ഞാൻ പിന്നെ പുതിയത് മേടിക്കുന്നത് നിർത്തി. 35,000 രൂപയ്ക്ക് മേടിച്ച സാധനം ഇപ്പം വില കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ 15,000 രൂപ GoPro. അന്ന് ഞാൻ തീരുമാനിച്ചാണ് പുതിയത് ഇനി മേടിക്കുകയാണ്. കാരണം അത്രയും പൈസ കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ നിർത്തി ആ പരിപാടി, പുതിയത് മേടിക്കും. പിന്നെ ഞാൻ ഒക്കെ യൂസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പായിട്ട് ഇങ്ങനെ മാറി.
പിന്നെ ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്സും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഗെയിമിംഗ് ലാപ്ടോപ്സൊക്കെ നല്ല ബഡ്ജറ്റ് ഓറിയനൊക്കെ നോക്കണവരുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് കയറി നോക്കിയോ, എല്ലാ ഐറ്റംസും അതിനകത്ത് കിടപ്പുണ്ടാവും. നല്ലൊരു ബഡ്ജറ്റ് 50,000 രൂപ മേടിക്കുന്ന സാധനമൊക്കെ അതിനകത്ത് 35,000 രൂപ കൊടുക്കുന്നത്. ഒരു നോർമലി ഒരു നോർമലുള്ള ബഡ്ജറ്റിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു 25,000 രൂപ വരും. അപ്പോൾ ഇതിനകത്ത് വലിയ വില ഒന്നും കാണില്ല. ഒരു 35 രൂപയ്ക്കൊക്കെ നല്ല സാധനം കിട്ടും. അതൊക്കെ മേടിച്ചുകൊണ്ട് നോക്കും നിങ്ങൾ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.